ജോലി തീർക്കണേ. ആ കൃഷ്ണവേണിയുടെ കാര്യം എന്തായി? ഒരു കരക്കെടുത്തോ? ആ അടുത്തു. കൊടുകൈ. പക്ഷെ അവൾ അടുത്തത് എന്റെ അടുത്തല്ല. അസിസ്റ്റന്റ് മാനേജർ ഇല്ലേ അലവലാതി വായിൽ നോക്കി ശ്രീനിവാസൻ, അവന്റെ അടുത്താ. അടുത്ത മാസം കല്യാണമാ. നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ലടേ. നീ ഒരു കാര്യം ചെയ്യ്. ആ പുതിയതായിട്ട് വന്ന ടൈപ്പിസ്റ്റ് ഇല്ലേ മീനാകൃഷ്ണൻ, അവളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തുക. ഞാനൊരു കൈ നോക്കാം. അല്ല അത് ശരിയാവൂല. എന്താ ശരിയാവാത്തത്? എനിക്ക് അവളോട് ചെറിയൊരു സെന്റിമെന്റ്സ് ആണ്. അതെ. എടേ, ഈ നാട്ടിൽ കല്യാണപ്രായം കഴിഞ്ഞിരിക്കുന്ന ഒരുപാട് പെൺപിള്ളേരുണ്ട്. അതിന് നീ അവരെയൊക്കെ ഒന്ന് പ്രേമിക്ക്. ഒരു സേവനം. എന്തോന്ന് സേവനം? അവരുടെ കല്യാണം പെട്ടെന്ന് കഴിഞ്ഞു പോകും. അതുണ്ടാവാതിരിക്കാനാണല്ലോ ഞാൻ നിന്റെ അടുത്ത് വന്നത്. നീ ഒരു 2 നമ്പർ കാച്ചിത്താ. നമ്പർ കാച്ചണമെങ്കിലേ മറ്റവനെ 2 അടിക്കണം. മറ്റവനോ? 11 മിലിറ്ററി രാമൻകുട്ടി. അവനെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. എങ്കിലെട്, അവനെ അടിച്ചാലേ അതൊക്കെ പറയാൻ ഒരു മൂഡ് വരും. ഇപ്പൊ കൊണ്ടുവരാം. രവി വാ, ഇന്നത്തെ കലാപരിപാടി തുടങ്ങാൻ പോകുന്നു. നല്ല ഒന്നാന്തരം സാധനമാ. മിലിറ്ററി ക്യാൻറ്റീനിൽ നിന്ന് ചുളിവിൽ വാങ്ങിച്ചതാ. 75 രൂപ 75 പൈസ കൊടുത്തുള്ളൂ. നീ വളച്ചു കെട്ടൊന്നും വേണ്ട, കാര്യം മനസ്സിലായി. ഓരോരുത്തരുടെ അക്കൗണ്ടിൽ 25 രൂപ 25 പൈസ എഴുതിയിട്ടുണ്ടെന്നല്ലേ? അത് ഞാൻ ആദ്യമേ എഴുതി. ഇത് വാങ്ങാൻ പോയ വഴിക്ക് പെട്രോൾ അടിച്ചതിന്റെ കാശ് എനിക്കാണ് ഇഷ്ടം. എച്ചിക്കണക്ക് പറയാതെ ഒഴിക്കണേ. ഹലോ, യെസ്, മാത്യു നൈനാൻ കോശി ഹിയർ. കൊടുക്കാം. നിനക്കാ? ആരാടാ? ആരാന്ന് ചോദിച്ചില്ല. ഹലോ, രവിയാ. ഞാൻ വിളിച്ചത് അശ്വതിയുടെ കാര്യം പറയാനാ. അവക്ക് അവിടെ ട്രഷറിയിൽ ജോലി കിട്ടി. അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി. 28-ാം തീയതി അവിടെ വന്ന് ജോയിൻ ചെയ്യണം. ഞാൻ അവളെ കൊണ്ട് 27-ാം തീയതി അവിടെ എത്തും. പിന്നെ അവക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഏർപ്പാടായി കൊടുക്കണം കേട്ടോ. ഞാൻ ശരിയാക്കാം മാവ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ശരി. എന്താ വിശേഷം? അടുത്ത ആഴ്ച അമ്മാവനും മോളും വരുന്നുണ്ട്. മുറപ്പെണ്ണ് വരുന്ന സന്തോഷത്തിൽ അടുത്ത ഫുള്ളിന്റെ മുഴുവൻ ചെലവ് ഇവന്റെ വക. ആരടെ ഈ സമയത്ത്? നീ ആ കുപ്പി എടുത്താത്ത പോയി. വല്ല ഓസ് പാർട്ടികളുമായിരിക്കും. അത് ശരിയാ. നല്ല പണിയാ പട്ടർ കാണിച്ചത്. ഞാൻ പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞല്ലേ? ഇന്ന് 2 പീരീഡേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇനി പോന്ന് വാ. സാമിയാ കൃത്യ സമയത്ത് തന്നെ എത്തി. വാ ഇരി. സ്വാമി, ഒരാൾക്ക് ഒഴിക്കട്ടെ. എനിക്കിത് കുടിച്ച് പരിചയമില്ല. ഒരെണ്ണം ഒഴിക്കണോ? അയ്യോ വേണ്ട സ്വാമി, ഒരാൾക്ക് എങ്ങനെ പോയാലും 15, 4, 60, 3, 18 രൂപ താഴെ വരത്തുള്ളൂ. രൂപ പ്രശ്നമല്ല. തുടങ്ങി എച്ചിക്കണക്ക്. ഒരു ഗ്ലാസ് എടുക്ക്. അയ്യോ സ്വാമി, ഒരു സ്മോള് കഴിച്ചെന്ന് വിചാരിച്ചു ഒന്നും സംഭവിക്കാനില്ല. കഴിച്ചോ. തലയ്ക്ക് പിടിക്കോ? ഒരു സ്വന്തം തോന്നും. മനസ്സമാധാനത്തോട് മനുഷ്യനൊന്നും മദ്യപിക്കാൻ പോലും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ ഈ കുന്തമെല്ലാം കൂടെ തല്ലി പൊട്ടിക്കും. ഞാൻ കുപ്പി എടുത്താത്ത പോയി. ജ്യൂസ് വരെ കൊണ്ട് തോറ്റു. തനിക്ക് എന്ത് വേണം? തനിക്ക് എന്തുവാണോ വേണ്ടത്? അയാമേ കുട്ടി. കുട്ടിയോ? അതെ, അഹമ്മദ് കുട്ടി. അതിന് ഞാൻ എന്ത് വേണം? ഗ്യാസ് ഉണ്ടോ? താനെന്താ ഡോക്ടറാണോ? വഴിനീളം നടന്ന് ഗ്യാസ് ഉണ്ടോന്ന് ചോദിക്കാൻ? ഒരർത്ഥത്തിൽ ഞാനൊരു ഡോക്ടറെ പോലെ തന്നെയാണ്. ഗ്യാസ് ഉണ്ടോ അത് പറ. ഉണ്ടെങ്കിൽ അതറിഞ്ഞിട്ട് വേണം ഇനി ഇവിടുന്ന് മുന്നോട്ടുള്ള പോകുക. ഒന്ന് മാറും. നിങ്ങളെയൊക്കെ ചികിത്സിക്കാൻ വേണ്ടി ഒരു ഡോക്ടർ വന്നിരിക്കുകയാണ്. ഗ്യാസിന് ആർക്കൊക്കെയാണ് ഗ്യാസ് ഉള്ളത്? ആ ഗ്യാസ് അല്ല, കുക്കിംഗ് ഗ്യാസ് ഉണ്ടോന്നാണ് ചോദിച്ചത്. ഇവിടെ ഒരു കുക്കർ പോസ്റ്റ് ഉണ്ടെന്ന് ആ ചായക്കടയിലെ നാരായണനാർ പറഞ്ഞു. അതെന്നാ തനിക്ക് ആദ്യമേ പറഞ്ഞു തൊലച്ചൂടായിരുന്നു. ആദ്യം പറയാൻ ഞാൻ നിങ്ങളെപ്പോഴല്ലേ കണ്ണ്. മാത്രമല്ല ഞാൻ ഇതുവരെ പാടുകയായിരുന്നു. പറയല്ലേ ഇത്. പിന്നെ നിങ്ങൾക്ക് എന്നെ പരിചയമില്ലാത്തതിന്റെ ചെറിയൊരു കുഴപ്പപ്പെടുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ പല പല സ്റ്റാർ ഹോട്ടൽസിലും ജോലി ചെയ്തിട്ടുണ്ട്. ഇതെന്താ മിലിറ്ററി അല്ല പോലീസ്. ചീഫ് കുക്കറായിട്ട്. കുക്കറോ? അത് ഇംഗ്ലീഷ് അല്ല പിടിയില്ലല്ലേ. പിന്നെ ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷനുകളൊക്കെ ഉണ്ട്. വാഷിംഗ് മെഷീൻ, പ്രഷർ കുക്കർ, കുക്കിംഗ് റേഞ്ച്, ഇതൊക്കെ വേണം. ഇവിടെ വാഷിംഗ് മെഷീൻ ഒന്നുമില്ല. എങ്കിൽ നിങ്ങൾ എന്നെ കഴുകാൻ പുറത്തുകൊണ്ടുപോയാൽ ചെയ്യേണ്ടി വരും. എനിക്ക് പറ്റില്ല. ഞാൻ വേണമെങ്കിൽ ചിക്കൻ കബാബ്, മട്ടൺ കബാബ്, ഫിഷ് കുലാബി. ഒരു 4 ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഓംലെറ്റോ എന്ന് വെച്ചാൽ? ഈ മുട്ടക്കകത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട്. ആംബ്ലേറ്റ് എന്നാ പറയണ്ടേ? ഓക്കെ ടാറ്റ. കിച്ചൻ കഹാ ഹേ? ഇയാള് ശരിയാവൂ? ആളൊരു ലോ ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് പറ്റിയ ആളാ. അവന്റെ അമ്മുമ്മയുടെ ഒരു ഹംഗേറിയൻ ഗുലാഷ്. എവിടെയോ പട്ട അടിച്ച് കിടന്നവനെയൊക്കെ പിടിച്ച് പാചകക്കാരനാക്കിയാ ഇങ്ങനെ ഇരിക്കും.
ഇവൻ ഒറ്റയാളതിന് എല്ലാത്തിനും കാരണം. ഇപ്പൊ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വന്നവന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ഗതികേടായി. ആ ഒരു മൂഡിലങ്ങ് അടിച്ചു പോയതല്ലേ, രാവിലെ ആവുമ്പോ ശരിയായിക്കോളും. സാറിനെ വെളിയിൽ തങ്കമണി എന്നൊരു സ്ത്രീ കാണാൻ വന്നിരിക്കുന്നു. ഞാനിപ്പോ വരാം. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോ. ചേടാ, ഇവന്റെ ഒരു ഭാഗ്യം. അടുത്ത ജന്മത്തിലെങ്കിലും ഇവന്റെ രാശിയിൽ ജനിക്കണേ. അടുത്ത ജന്മത്തിലല്ല, ഈ ജന്മത്തിൽ തന്നെ നമ്മൾ ഒന്നാവണമെന്നാ എന്റെ ആഗ്രഹം. തങ്കമണിക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം സ്വപ്നങ്ങൾ നെയ്തു. ഇന്ദിരാനഗറിൽ ഒരു ഫ്ലാറ്റ് വരെ വാങ്ങി നമുക്ക് താമസിക്കാൻ, കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷെ എന്ത് ചെയ്യാം, വിധി നമ്മളെ ഒന്നാകാൻ അനുവദിക്കുന്നില്ല. ഡോക്ടർ പറഞ്ഞു ഇനി ഒരു അറ്റാക്ക് കൂടി വന്നാൽ ഞാൻ തട്ടിപ്പോകുന്നു. തങ്കമണി വിധവയായി ഒരു രണ്ടാം കെട്ടുകാരനെ കാത്തു കഴിയുന്നത് മരിച്ചു കഴിഞ്ഞാൽ പോലും എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. തങ്കമണി സത്യം അതാണ്. അവന്റെ ഈ പെമ്പിള്ളരോടുള്ള ചുറ്റിക്കളിയല്ലാതെ മറ്റ് യാതൊരു ബന്ധവുമില്ല. അപ്പോഴേ നമ്മൾ ഇവനെയും കാത്തിരുന്ന അവസാനം ഇവിടെ കിടന്ന് ഉറങ്ങേണ്ടി വരും. 100 ആയുസ് ഇതാ വന്നല്ലോ. എന്റെ അളിയാ, വല്ല വിധേനയും തലയൊന്ന് ഊരിക്കിട്ടി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ എന്റെ ഹാർട്ട് വീക്ക് ആണെന്നും 2 അറ്റാക്ക് കഴിഞ്ഞാണെന്നും ഒരു കാച്ചം കാച്ചി. പെണ്ണിന്റെ പൊടി പോലും കാണാനില്ല. എടാ, അതിന് നിനക്ക് ഹാർട്ട് എന്നൊരു സാധനം ഉണ്ടോ? എടാ, ഒരുമാതിരി കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയുന്നത്. എനിക്ക് ഹാർട്ട് ഉണ്ടോന്ന് ഈ നാട്ടിലെ പെമ്പിള്ളേരടുത്ത് ചോദിച്ചു നോക്കടാ. തങ്കമണിയോടോ പാർവതിയോടോ കോമളവല്ലിയോടോ. അയ്യോ നിർത്തന്റെ മാത്യു, പെണ്ണുങ്ങളെ പറ്റിക്കുന്ന കഷ്ടല്ലേ. സ്വാമി, പെണ്ണെന്ന് പറയുന്ന വർഗത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. കാണാൻ ഇത്തിരി പേഴ്സണാലിറ്റിയും കയ്യിൽ ഇത്തിരി ചിക്കിളി ഉണ്ടെങ്കിൽ ഏതാവളുമാരും വീഴും. ഡാടാ, എല്ലാ പെണ്ണുങ്ങളും അത്തരക്കാരാണെന്ന് വിശ്വസിക്കുന്നത് ശരിയല്ല. എടാ, ഇവളുമാർ ആദ്യത്തെ 2 ദിവസം കുറച്ച് കണ്ണീരൊക്കെ ഒഴുകും. 2 ദിവസം കഴിയുമ്പോൾ വേറൊരുത്തന്നെ തോളിൽ കൂടെ കൈയിട്ട് ബൈക്കിൽ കൂടെ ചുറ്റി കറങ്ങുന്നതാണ്. എന്നാലേ ഞാനൊരു പെണ്ണിനെ കാണിച്ചു തരാം. ഒന്ന് വീഴ്ത്താവൂ? ഒന്നല്ല 9 എണ്ണത്തിനെ കാണിച്ച ഈ മാത്യു വീഴ്ത്തി തരാം. എന്നാ ഈ പവിത്രൻ ഒരെണ്ണത്തിനെ കാണിച്ചു തരാം. 1 മാസത്തിനകം വീഴ്ത്തിയില്ലെങ്കിൽ ദാ ഈ തലയുടെ പകുതി വടിച്ച് മീശയുടെ പകുതിയും ചുരണ്ടി കളഞ്ഞ് വിമൻസ് ഹോസ്റ്റലിന് മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. പോരെ? ആ. തോറ്റാ നീ മുട്ടടിക്കൂ. ഇനി ഇതെവിടെ ഇട്ട് മുട്ടയടിക്കാൻ? ശരി, 5000 രൂപ തരാം. ഓ, 5000 രൂപ വേണോ? വേണം. നിങ്ങൾക്കാർക്കും പറ്റുന്നില്ലേ? നല്ല പാർട്ടിയോടാ ചോദിക്കുന്നത്. വല്ല പെമ്പിള്ളാരുടെ മുഖത്ത് നോക്കുന്നവരോട് ചോദിക്കടാ. ഡേ, നീ എന്നെ അത്രയ്ക്കാൻ കൊച്ചാക്കല്ലേ. ഈ ബെറ്റിൽ ഞാനും ഉണ്ട്. പക്ഷെ എന്റെ കണ്ടീഷൻസിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം. മുട്ടയടിക്കുന്നതോടൊപ്പം 10000 രൂപയും. സന്തോഷം. എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. പിന്നെ വല്ല പരട്ട പെണ്ണുങ്ങളെ കാണിച്ചാൽ എന്റെ സ്വഭാവം മാറും. സ്വാമി മാത്രം എന്താ ഒഴിഞ്ഞിരിക്കുന്നു? അയ്യോ ഞാൻ ആ, സ്വാമി മാത്രം അങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്നത് ശരിയല്ല. ആ ട്യൂട്ടോറിയൽ കോളേജിൽ കുറെ എണ്ണം ഉണ്ടല്ലോ. നല്ല എറിയുന്ന സൈസിന് നോക്കി ഒരെണ്ണത്തിന് കാണിച്ചു കൊടുക്ക്. അയ്യോ ഞാൻ ഇതിനൊന്നും ഇല്ല, എന്റെ കാശും ഇല്ല. ഈ കാര്യത്തിൽ സ്വാമിക്ക് കാശളവ് വന്നിരിക്കുന്നു. അയ്യോ. പെണ്ണിനെ മാത്രം കാണിച്ചു തന്നാൽ മതി. അയ്യോ ഞാൻ എതിരൊന്നും പറയണ്ട. ഫിക്സ്. എന്നാൽ ഈ മൂഡില് നമുക്ക് ഇന്നൊരു ഫുൾ ബോട്ടിൽ മിലിറ്ററി പൊട്ടിക്കണം. കാശ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ ചെയ്യാലോ. ഓക്കെ, പോവാം. പാവോ